അറിഞ്ഞില്ലേ എന്താ ഇനി ഈ വിവരം അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനെ മാത്രമേ ബാക്കിയുള്ളൂ. എന്താടോ മലയാള സിനിമയിലെ ലൈംഗിക ചൂഷണത്തെ പറ്റി തുറന്നടിച്ച് നടി ഹിമാശങ്കർ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? ബെഡ് വിത്ത് ആക്ടിംഗ് എന്ന പാക്കേജ് മലയാള സിനിമയിൽ നിലവിലുണ്ടെന്ന് നടി ഹിമ പറഞ്ഞു. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി. ഈ പാക്കേജുമായി പലരും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഹിമ വെളിപ്പെടുത്തുന്നു. അപ്പൊ ഇത് കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ആ ഈ ജോസ് കൊടുക്കില്ലേ? ഞാൻ നീയും കൊടുക്കും. പാക്കേജ് എന്ന് പറഞ്ഞ വേർഡ് വെക്കുന്നപ്പോ ഞാൻ എന്താണ് പാക്കേജ് എന്ന് വെച്ച് പറഞ്ഞു ബെഡ് വിത്ത് ആക്ടിംഗ്. എനിക്ക് തെറ്റിപ്പോയാശനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ ഒരു സംഭവത്തിന് ഞാൻ തയ്യാറല്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പതിവ് മലയാള സിനിമയിലുണ്ടെന്ന പ്രമുഖ നടിമാരുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ബെഡ് വിത്ത് ആക്ടിംഗ് എന്ന പാക്കേജിനെ പറ്റി ഹിമാശങ്കർ തുറന്നു പറഞ്ഞത്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഇരുകാലി മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മിനിമം ബലാത്സംഗത്തിനുള്ള തൂക്കുമരം തന്നെ. ഈ പാക്കേജിന് തയ്യാറായാൽ അവസരം നൽകാമെന്ന വാഗ്ദാനവുമായി പലരും തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും ഹിമ വെളിപ്പെടുത്തി. വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. എല്ലാത്തിനും ജയിലിലേക്ക്. ഈവൻ ഞാൻ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കാരണം അത് എനിക്ക് അത് മോശമാണെന്ന് തെറ്റാണെന്ന് തോന്നില്ല. എന്റെ എത്തിക്സ് ഓഫ് ആക്ടിങ് കറക്റ്റ് ആണല്ലേ? കറക്റ്റാ. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും.